മുസ്ലിം ലീഗ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ കരുത്ത് UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി. മുസ്ലിം ലീഗ് പല തവണയും കോൺഗ്രസ് വിട്ടു പോകുവാൻ പോകുന്നു എന്ന വാർത്തകൾ ഇടതുപക്ഷ പാളയങ്ങളിൽ നിന്നും വളരെ കാര്യമായി പ്രചരണത്തിൽ വന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന്റെ കുറച്ചു നാളുകൾക്ക് മുമ്പ് ലീഗിന് കോൺഗ്രസിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്, കോൺഗ്രസിൽ വീർപ്പുമുട്ടിയാണ് ലീഗ് നിൽക്കുന്നത്, ലീഗ് കോൺഗ്രസ് വിട്ട് പോകും എന്നതടക്കം നിരവധി വാർത്തകൾ ഇടതുപക്ഷ പാളയങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ലീഗിനെ പ്രത്യക്ഷമായും പരോക്ഷമായും തങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു EP ജയരാജൻ അടക്കം AK ബാലൻ അടക്കം നിരവധി നേതാക്കന്മാർ. പക്ഷേ ലീഗ് അതിനെയൊക്കെ കാര്യമായി തന്നെ എതിർക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ 3ാം സീറ്റിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലീഗ് കോൺഗ്രസിന്റെ സമീപം എത്തിയപ്പോൾ സാങ്കേതികപരമായ പല ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് നിലവിൽ 3 സീറ്റ് നൽകുവാൻ സാധിക്കില്ല, പഴയതുപോലെ 2 സീറ്റിൽ തന്നെ ഒതുങ്ങി നിൽക്കണം എന്ന് കോൺഗ്രസ് ലീഗിനോട് ആവശ്യപ്പെട്ടു. പകരം രാജ്യസഭയിൽ സീറ്റ് നൽകാമെന്നും പറഞ്ഞു. 3ാം സീറ്റ് ലീഗ് ആവശ്യപ്പെട്ട സമയത്തും ഇത്തരത്തിൽ ഇടതുപക്ഷം കാര്യമായ രീതിയിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള വിള്ളൽ സജീവമാകുന്നു എന്ന തരത്തിലേക്ക് പല അഭിപ്രായങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും ഒക്കെ നടത്തി. അത് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തുവാൻ പഠിച്ച പണി 18 നോക്കുകയും ചെയ്തു. നിലവിൽ ഇടതുപക്ഷത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ ഇപ്പോൾ അത്തരത്തിലൊരു വാദവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ലീഗിന് കോൺഗ്രസിൽ വലിയ അതൃപ്തിയുണ്ട്. കോൺഗ്രസിന്റെ പല തീരുമാനങ്ങളിലും ലീഗ് വലിയ അകൽച്ചയിലാണ് നിലവിലും നിൽക്കുന്നത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിലെ അണികളിൽ 70% ആളുകളും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. കോൺഗ്രസിനോടുള്ള ലീഗിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ പല ലോക്സഭാ മണ്ഡലങ്ങളിലും ലീഗ് നേതാക്കന്മാരും അണികളും വോട്ട് ചെയ്യില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഇടതുപക്ഷത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ. അതിന് കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ CAA എന്ന പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ നടപ്പാക്കില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതുവരെയും അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് AK ബാലൻ പറയുന്നത്. പൗരത്വ ഭേദഗതി ബില്ലിലെ കോൺഗ്രസിന്റെ മൃദു സമീപനം ലീഗിനുള്ളിലെ അണികളിലും നേതാക്കന്മാരിലും വലിയ എതിരഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എതിരഭിപ്രായം കോൺഗ്രസിനെതിരായി അവർ വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന വോട്ടുകളായി മാറും. മലപ്പുറത്തും പൊന്നാനിയിലും അടക്കം അങ്ങനെ ലീഗിന് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം ലീഗ് നേതാക്കന്മാർക്ക് വോട്ട് ചെയ്താൽ പോലും, അല്ലെങ്കിൽ ലീഗിന് വോട്ട് ചെയ്താൽ പോലും, അങ്ങനെ അല്ലാതെ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും ഭരിക്കുന്ന മറ്റ് 18 ലോക്സഭാ മണ്ഡലങ്ങളിലും ലീഗിലെ അണികൾ, ലീഗ് നേതാക്കന്മാരിൽ പലരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്നാണ് AK ബാലൻ പറയുന്നത്. കൂടാതെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെടുത്തിയും AK ബാലൻ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് 3ാം സീറ്റ് ലീഗിന് നിഷേധിച്ചത്. എന്നാൽ രാജ്യസഭാ സീറ്റ് ആദ്യഘട്ടത്തിൽ ലീഗിന് നൽകിയാലും പിന്നീട് കോൺഗ്രസ് തന്നെ വീണ്ടും രാജ്യസഭാ സീറ്റിൽ വരും. അതായത് സ്ഥിരമായി രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുകയല്ല, കോൺഗ്രസും ലീഗും മാറി മാറി രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കാമെന്ന തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നിലവിലെത്തിയിരിക്കുന്നത്. അതായത് ലീഗിനെ വീണ്ടും കബളിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് AK ബാലൻ പറയുന്നു. എന്നാൽ ലീഗിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെയല്ല. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്ന പല വേളകളിലും കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് ലീഗ്. കോൺഗ്രസ് തങ്ങൾക്ക് അത്രമേൽ വേണ്ടപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ്. കോൺഗ്രസിനെ വിട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കങ്ങൾക്കും ലീഗ് നിൽക്കില്ല എന്നതടക്കമുള്ള പല പ്രസ്താവനകൾക്കും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ലീഗ് നടത്തിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCCയുടെ അധ്യക്ഷനായ K സുധാകരൻ വളരെ വ്യക്തമായ മറുപടിയും നൽകുന്നുണ്ട്. അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ BJP കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി ബില്ല് അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് കൃത്യമായ മറുപടി കോൺഗ്രസ് നേതാവ് K സുധാകരൻ നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് AK ബാലൻ കോൺഗ്രസ് കൃത്യമായ ഒരു നിലപാട് ഇതിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രൂക്ഷമായ സമരങ്ങളും നടത്തുന്നുണ്ട്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ അഭിപ്രായങ്ങൾ കൃത്യമായി പറയുന്നുമുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് AK ബാലനെ പോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരു നേതാവ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു നിലപാടും ലീഗിന് അനുകൂലമായ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംരക്ഷണം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടും കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല. കോൺഗ്രസിലുള്ള ലീഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ലീഗിലെ പല അണികളും കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്യും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടുകളായി
മാറും എന്നൊക്കെ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി 4 സീറ്റ് അധികം നൽകേണ്ടത് കോൺഗ്രസിനാണെന്നും കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്നതെന്നും അതുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ് ലീഗ് സ്വീകരിക്കുക എന്നടക്കം നിരവധി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പറഞ്ഞതുമാണ്. ഇവിടെ ദേശീയ പാർട്ടി പദവിക്ക് വേണ്ടി കേരളത്തിൽ മത്സരിക്കുന്ന CPM-ന് കുറഞ്ഞത് 5 സീറ്റുകളെങ്കിലും നേടിയെങ്കിൽ മാത്രമേ ദേശീയ പാർട്ടി പദവി നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ആ സാഹചര്യത്തിൽ ദുർബലപ്പെട്ടു നിൽക്കുന്ന CPM-നെ പോലെയുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് ലീഗിന് സംരക്ഷണം നൽകുക, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകുക എന്ന ചോദ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അത് AK ബാലനെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കൂടാതെ AK ബാലൻ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലീഗുമായി ഇടതുപക്ഷം കാര്യമായ ചർച്ചകൾ നടത്തുന്നു. സൗഹൃദ സംഭാഷണങ്ങളും പോലെ പല ചർച്ചകളും നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ലീഗിനെ വീണ്ടും ഇടതുപക്ഷത്തേക്ക് സ്വാഗതം ചെയ്യും. എന്നാൽ ലീഗ് കൃത്യമായ ഒരു മറുപടി പറയണം. ലീഗ് കൃത്യമായ നിലപാട് അറിയിച്ചാൽ LDF-ന്റെ ഭാഗമായി ലീഗിനെയും ചേർക്കുവാൻ തങ്ങൾ തയ്യാറാണ് എന്ന നിലപാടാണ് AK ബാലൻ അറിയിക്കുന്നത്. ലീഗ് കൂടി ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 കാര്യമായ രീതിയിൽ ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരത്തിൽ വരാമെന്നൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി AK ബാലന്റെ ഈ സൂചനകൾക്ക്, AK ബാലന്റെ ഈ പ്രസ്താവനകൾക്ക്, AK ബാലന്റെ ഈ അറിയിപ്പുകൾക്കുണ്ട് എന്ന് വ്യക്തമാണ്. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെല്ലാം ഇടതുപക്ഷത്തിന്റെ അഭിപ്രായത്തോട് വിപരീതമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. കോൺഗ്രസിനോടൊപ്പം തന്നെ ലീഗ് നിൽക്കുമെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ലീഗ് നേതാക്കന്മാർ. അണികളാണ് പക്ഷേ കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് AK ബാലനും പറയുന്നു. എന്തായാലും AK ബാലന്റെ പ്രസ്താവന, AK ബാലന്റെ ആരോപണങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി വരുമ്പോൾ അറിയാം. നിലവിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്ന പല സർവേ ഫലങ്ങളും പുറത്തു വരുമ്പോൾ AK ബാലന്റെ ഞെട്ടിക്കുന്ന ഈ അറിയിപ്പ്, AK ബാലന്റെ ഞെട്ടിക്കുന്ന ഈ ആരോപണം കോൺഗ്രസിന് വിനയായി മാറുമോ, കോൺഗ്രസിന്റെ അടിവേരിളകുമോ എന്നൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ അറിയുവാൻ സാധിക്കൂ. എന്തായാലും ഫലം വരട്ടെ. കോൺഗ്രസ് വിട്ട് ലീഗ് പോകുമോ, 2016 LDF-ന്റെ ഭാഗമായി ലീഗ് മാറുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി വരണം.